സർവകലാശാലയ്ക്ക് പിന്നാലെ കാർഷിക സർവകലാശാലയിലും പിടിമുറുക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC ആയി നിയമിക്കാനാണ് ശ്രമം. എന്നാൽ സർവകലാശാല ചട്ടം അനുസരിച്ച് സർക്കാരുമായി കൂടിയാലോചിച്ച് മാത്രമേ VC നിയമനം സാധ്യമാവുകയുള്ളൂ. അതിനാൽ കൃഷിമന്ത്രിയുമായി ചർച്ച നടത്താനാണ് ഗവർണറുടെ ആലോചന. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെ അതല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തെ അനുകൂലിക്കുന്നവരെയും ഒക്കെ VC ആയും മറ്റ് സ്ഥാനങ്ങളിലേക്കൊക്കെ നിയമിക്കാൻ നീക്കം നടത്തുകയും അത് ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് വഴിമാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പുതിയ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ കാലത്തും ഗവർണർ പഴയതാണ്. ഗവർണറുടെ നടപടികളുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഗവർണറുമായി ഒരു പരസ്യ ഏറ്റുമുട്ടലിന് തയ്യാറല്ല എന്നാണ് ഇവിടുത്തെ പുതിയ സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെ MG സർവകലാശാലയ്ക്ക് പിന്നാലെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എല്ലായിടത്തും നമുക്ക് കാവ്യവൽക്കരണം നടത്താം, അതാണ് ഗവർണറുടെ നിലപാട്. ഗവർണർ കാർഷിക സർവകലാശാലയും പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ആ നീക്കം നടത്തുന്നത്? സർക്കാർ ഇതിലെങ്കിലും എന്തെങ്കിലും പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതയുണ്ടോ ഹാൻസ്? സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വശത്ത് നിന്ന് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് MG സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ D മാവൂത്തിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചത്. അദ്ദേഹം BJP അനുകൂല അധ്യാപക സംഘടനാ നേതാവായിരുന്നു. നമ്മൾ RSSന്റെ പരിപാടിയിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നത് കണ്ടതുമാണ്. സമാനമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് കാർഷിക സർവകലാശാലയിലേക്കും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ നേരത്തെ നിലവിൽ കാർഷിക സർവകലാശാലയുടെ VC ഡോക്ടർ B അശോകാണ്. അദ്ദേഹം നേരത്തെ കാർഷിക വകുപ്പിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മാറി. ഒപ്പം അദ്ദേഹത്തിന് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തുടരാൻ യോഗ്യതയില്ല എന്നടക്കമുള്ള പരാതികൾ ഗവർണർക്ക് ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ VC ആയി BJP അധ്യാപക സംഘടനാ നേതാവിനെ തന്നെ നിയമിക്കാനുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഡീനായിട്ടുള്ള ഡോക്ടർ സജിത റാണിയെയാണ് പുതിയ VC ആയി നിയമിക്കാനുള്ള നീക്കത്തിലേക്ക് ഗവർണർ കടന്നിട്ടുള്ളത്. കാർഷിക സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP അധ്യാപക സംഘടന രൂപീകരിച്ചത് ഈ ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥയെ തന്നെ പുതിയ VC ആയി നിയമിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഗവർണർ കടന്നിരിക്കുന്നത്. പക്ഷേ അതേസമയം സർവകലാശാലയുടെ ചട്ടങ്ങൾ ഗവർണറുടെ നടപടിക്ക് എതിരാണ്. കാരണം സർവകലാശാല ചട്ടപ്രകാരം നേരിട്ട് ഗവർണർക്ക് വൈസ് ചാൻസലറെ നിയമിക്കാനാകില്ല. സർക്കാരുമായി കൂടിയാലോചിക്കണം, സർക്കാർ ഒരു പട്ടിക നൽകണം, ഈ പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ. അതേസമയം ജനറൽ കൗൺസിലിലേക്കും 46 അംഗങ്ങളുള്ള കാർഷിക സർവകലാശാലയുടെ ജനറൽ കൗൺസിലിലേക്കും 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗവർണർ. സേതു. ഓക്കെ ഹാൻസേ, ശരി.